ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ചുന്നതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് മോരും അതേമാതിരി തന്നെ ഒരു ഗ്ലാസ് ഈ മോരിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ട. നല്ല പുളിയുള്ള മോര് വേണ്ട എടുക്കാൻ വേണ്ടി. നല്ല നമ്മൾ തൈരാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തൈര് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണ്ട നമ്മൾ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ കട്ടയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തൈരാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കണം, മോരാണെന്നുണ്ടെങ്കിൽ സാധാരണ മാതിരി വെറുതെ ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടിയിട്ട് നന്നായി പൊട്ടിക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ടായി വേഗം കടുക് പൊട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കടുകും പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മതി, നമ്മൾ 2 ഗ്ലാസ് ആണല്ലോ ആകെ കൂടി എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 5-6 എണ്ണം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നന്നായി പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, കറിമുളക്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി. പിന്നെ വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ. നമുക്ക് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ രസമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു 2 വെളുത്തുള്ളിയും കൂടിയും ഇടാം കേട്ടോ, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. പിന്നെ അതിലേക്ക് കിഴക്കമുളകും അതേമാതിരി തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വേപ്പിലയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒന്നൊരു പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് ചെറുപുള്ളി 2-3 എണ്ണം എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടിയിട്ട് നന്നായി ഒരു ബ്രൗൺ കളർ ആയിരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടാൻ പോകുന്നത് കുറച്ച് ചുവന്ന മുളകും കൂടിയായിട്ട് ഇടാൻ പോകുന്നത്. നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ചേക്കണം മോരും കൂടി ഒഴിക്കുക. നന്നായി തിളയ്ക്കൊന്നും വേണ്ട, മോരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ചൂടായി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഉപ്പ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പും കൂടി ഇട്ട് ഞാനത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി അത് തിളപ്പിക്കേണ്ട ആവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.